പരിശുദ്ധമായ നാമം ഇന്ന് പകലും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ചൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് അല്പസമയം ദൈവജനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധമാവ് നമ്മോട് സംസാരിക്കേണ്ടതിന്, ദൈവത്തിന്റെ കൃപ അനുഭവിച്ച് മടങ്ങുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ വലിയവനായ കർത്താവ് നമുക്ക് സഹായിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ആ ചിന്തയുടെ തുടർച്ചയായ ചില ചിന്തകളാണ് ഇന്ന് പകൽ ദൈവമക്കളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വേഗത്തിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് ഓർത്തുകൊണ്ട് ആ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. 106 സങ്കീർത്തനമാണല്ലോ നമ്മൾ വായിച്ചത്. അതിന്റെ 7 വാക്യം നമുക്ക് പ്രാരംഭത്തിലൊന്ന് വായിക്കാം. മഹാദയെ ഓർത്തില്ല. 13 വാക്യം. ദൈവത്തിന്റെ പ്രവൃത്തി മറന്നു. 22 വാക്യം. മതി. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ 3 കാര്യങ്ങളാണ് ചിന്തിച്ചത്. ദൈവത്തിന്റെ ദയ മറന്നു, ദൈവത്തിന്റെ പ്രവൃത്തി മറന്നു, ദൈവത്തെ മറന്നു. ആർക്കും ദൈവത്തെ മറക്കണമെന്ന് ആഗ്രഹമില്ല, ലോകത്തൊരു മനുഷ്യനും. ദൈവവിശ്വാസികൾ, ഇനി ദൈവം ഇല്ലെന്ന് പറയുന്നവർ പോലും അവരുടെ ഉള്ളിൽ ഒരു ചെറിയ ദൈവിക ബോധമുണ്ട്. കാരണം മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട്. ദൈവത്തെ മറക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ദൈവത്തെ മറക്കാനുള്ള സാധ്യതയുണ്ട്. 1 പടിയാണ് ദൈവത്തിന്റെ ദയ മറക്കും. എന്നെ വിടുവിച്ച വിധം, ഞാൻ ആരായിരുന്നു, ഇപ്പോൾ ഞാൻ ആരാ, ഇനി ഞാൻ ആരാകാൻ പോവുക, അധമ പാതാളത്തിന് വിധിക്കപ്പെട്ടെന്നെ നിത്യതയ്ക്ക് അവകാശിയാക്കിയ ദൈവത്തിന്റെ സ്നേഹം, ദയ, ക്രൂസിൽ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ ആ ദയ, ഇതും മറന്നാൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കും. ഓരോ ദിവസവും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത്, ആരോഗ്യത്തോടെ നിൽക്കുന്നത്, സ്വസ്ഥത സമാധാനമൊക്കെ അനുഭവിക്കുന്നത് ദൈവത്തിന്റെ ഉപകാരമാണ്. ഗ്രാജുവലി നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തി മറക്കുക. ഇതൊന്നും ബോധപൂർവമല്ല. ദൈവത്തിന്റെ പ്രവൃത്തിയും മറന്നാൽ അടുത്ത് സംഭവിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്, ദൈവത്തെ മറക്കും. വളരെ ഗൗരവത്തോട് നമ്മുടെ ജീവിതത്തെ ഒന്ന് കാണണം. ഞാൻ വീണ്ടും പറയുന്നു, ആർക്കും ദൈവത്തെ മറക്കണമെന്ന് ആഗ്രഹമില്ല. എന്നാൽ ദയ മറന്നാൽ നിങ്ങൾ അറിയത്തില്ല, പ്രവൃത്തി മറക്കും, ഉപകാരങ്ങൾ മറക്കും, സ്തോത്രം ചെയ്യാൻ മറക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ മറന്നാൽ കുറച്ച് കഴിയുമ്പോൾ ദൈവത്തെ പോലും മറക്കും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം. ഓരോ ദിവസവും ദൈവമേ എന്നെ വിടുവിച്ച വിധത്തിനായി ഞാൻ ഇന്നായിരിക്കുന്നത് അങ്ങയുടെ ക്രൂസിലെ ആ രക്തം മൂലമാണ്. എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചത് കൊണ്ടാണ്. അതിനുശേഷം ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യണം, നന്ദി പറ. ഇത് തുടർമാനമായി ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ദൈവത്തെ ഓർക്കും. ഇത് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലൊരു ചിന്ത വരുന്നുണ്ട്, പാസ്റ്ററെ ഞങ്ങളൊന്നും ദൈവത്തെ മറക്കത്തില്ല. ഇസ്രായേൽ മക്കൾ നേരിട്ട് അത്ഭുതം കണ്ടവരാ മറന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം വാസ്തവമായിട്ട് തിരിച്ചറിഞ്ഞവരാ മറന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ വഴിയിൽ നിന്ന് നമ്മൾ മാറിപ്പോണം. ദയ മറന്നാൽ പ്രവൃത്തി മറക്കും, പ്രവൃത്തി മറന്നാൽ ദൈവത്തെ മറക്കും. അതിന്റെ ചില കണ്ടിന്യൂവേഷൻ, ചില ചിന്തകൾ പറഞ്ഞതിന് ശേഷം ഇന്നത്തെ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അത് പൂർത്തീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ നടുവിൽ മറ്റൊരു കർത്തദാസൻ ഉണ്ടായിരുന്നത് കൊണ്ട്, സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങാതെ അവിടെ അവസാനിപ്പിച്ച ആ ഭാഗം പറഞ്ഞ് ശേഷം നമുക്ക് ഇന്നത്തെ ഭാഗത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവത്തെ മറന്നാലുള്ള തിക്തഫലം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, ദൈവത്തെ ഓർക്കാൻ ഓർപ്പിക്കണം, മറക്കാതിരിക്കാൻ ഓർക്കണം, ഓർപ്പിക്കണം. വിശേഷാൽ പറഞ്ഞൊരു വാചകം മാതാപിതാക്കൾ ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. മക്കളോട് ദൈവത്തെ കുറിച്ച് പറയണം. അത് മറക്കരുത്. ഏത് പ്രായത്തിലായാലും പറയണം. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തോട് മക്കളുടെ കാര്യം പറയുന്നുണ്ട്, നല്ലത്. പക്ഷെ മക്കളോടും ദൈവത്തിന്റെ കാര്യം പറ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർപ്പിച്ച്. ഞാൻ പറഞ്ഞല്ലോ, അവർ കുടുംബസ്ഥരാകും, അവർ പ്രായമുള്ളവരായിരിക്കും. പക്ഷെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വമാ അവരെ ഒന്ന് ഓർപ്പിക്കുക എന്നുള്ളത്. മക്കളോട് പറയണം, ദൈവത്തെ മറക്കരുത്.
മറന്നാൽ സംഭവിക്കുന്ന കാര്യം വേഗത്തിൽ ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. 50-ാം സങ്കീർത്തനം 22-ാം വാക്യം കൂടെ വായിച്ചോളൂ. ഒരു മുന്നറിയിപ്പ് അവിടെ ദൈവത്തിന്റെ പരിശുദ്ധമാവ് തരികയാണ്. ദൈവത്തെ മറക്കുന്നവരെ എന്താ ഓർക്കേണ്ടത്? അടുത്തത് ദൈവം കീറിക്കളയുമെന്നുള്ള കാര്യം ഓർക്കണം. എന്നൊരു ഭാഗം പറഞ്ഞോട്ടെ. ദൈവത്തെ മറക്കുന്നവർ ദൈവം കീറുമെന്നുള്ള കാര്യം മറക്കരുത്. അടുത്ത വാക്കോടൊന്ന് വായിച്ചോളൂ. വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. ദൈവം കീറിയാൽ, ദൈവം ഒരാൾക്കെതിരെ ആക്ഷൻ എടുത്താൽ റെക്കമെൻഡിന് ഒരാളെ കിട്ടത്തില്ല. അതാ അതിന്റെ അർത്ഥം. ദൈവം കീറാൻ താല്പര്യപ്പെട്ടാൽ ദൈവത്തിന് നേരെ ആരാ നിൽക്കുന്നത്? രാഷ്ട്രീയ സ്വാധീനമോ പണമോ നമ്മുടെ കഴിവുകൾ കൊണ്ടൊന്നും ദൈവം ഒരു വ്യക്തിയെ കീറാൻ തീരുമാനിച്ചാൽ ഇടയ്ക്ക് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്നോട് പറയുന്നു, ദൈവത്തെ മറക്കുന്നവരെ, അല്ലെങ്കിൽ നമുക്കൊന്ന് പരാവർത്തനം ചെയ്ത് പറഞ്ഞോട്ടെ, ദൈവത്തെ മറക്കുന്നവരെ ദൈവം കീറുമെന്നുള്ളത് ഓർത്തോണം. നമുക്ക് ദൈവത്തെ മറക്കാൻ ഞാൻ വീട് പറയുന്നു, ദയ മറക്കരുത്, പ്രവൃത്തി മറക്കരുത്. മറന്നാൽ ദൈവത്തെ മറക്കും. ദൈവത്തെ മറന്നാൽ ദൈവം കീറും. കാര്യം വളരെ ഗൗരവത്തോടെ ഓർത്തോണം. കർത്താവേ, എന്നെ ദൈവം കീറിയാൽ വിടുവിപ്പാൻ ആരും കാണത്തില്ല. ഒരു സഭ കാണത്തില്ല, ഒരു പാസ്റ്റർ കാണത്തില്ല, ഒരു പ്രവാചകൻ കാണത്തില്ല. ആർക്കും ഇടയ്ക്ക് കയറി ദൈവത്തോട് പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. നമ്മൾ ദൈവത്തോട് വളരെ ഗൗരവത്തോട് പ്രാർത്ഥിച്ചോണം, കർത്താവേ, ദൈവത്തെ മറക്കാൻ എന്നെ അനുവദിക്കരുത്. ദൈവത്തെ മറന്നാലുള്ള ഒരു മറ്റു ചിന്തയോടെ പറഞ്ഞ എന്റെ വാക്ക് ആ ഭാഗത്ത് നിന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ മറന്നാൽ ഭൗതിക ലോകത്തും ചില നഷ്ടങ്ങൾ നമുക്കുണ്ടാകാം. ഒന്നാമത് ഞാൻ പറഞ്ഞു, ദൈവം കീറിക്കളഞ്ഞാൽ ആത്മീയത്തിൽ ഞാൻ ഇല്ലാതാകും. എന്റെ ആത്മീയം പോയി, നിത്യത നഷ്ടപ്പെട്ടു. ഈ ഭൗതിക ലോകത്തും എന്റെ ചില നന്മ നഷ്ടപ്പെടും. യെശയ്യാ പ്രവചനം 17-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. യെശയ്യാ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. നിന്റെ രക്ഷയുടെ ദൈവത്തെ നീ മറന്നു, ബലമുള്ള പാറയെ ഓർക്കാതിരിക്ക കൊണ്ട്. മതി, അവിടെ വായിച്ച ഭാഗം ശ്രദ്ധിച്ചല്ലോ. 10-ാം വാക്യത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ രക്ഷയുടെ ദൈവത്തെ നീ മറന്നു, നിന്റെ ബലമുള്ള പാറയെ ഓർക്കാതിരിക്ക. അങ്ങനെയെങ്കിൽ ദൈവത്തെ മറന്നു, രക്ഷിച്ച ദൈവത്തിന്റെ ആ ബലമുള്ള ഭുജത്തെ മറന്നു. മറന്നിട്ടും ഞാൻ എന്തോ ചെയ്തു? അടുത്ത വാക്ക്, മനോഹരമായ തോട്ടത്തെ ഉണ്ടാക്കുന്നു. മതി, ഞാൻ വേഗം ഭാഗം പറഞ്ഞുവിടാം. ദൈവത്തെ മറന്നിട്ടും ഞാൻ എൻ്റെ അധ്വാനങ്ങൾ നടത്തുക. ഭൗതികമായ ലോകത്ത് എൻ്റെ ജീവിത സന്ധാരണത്തിന് വേണ്ടിയുള്ള അധ്വാനങ്ങൾ, തോട്ടം എന്നുദ്ദേശിക്കുമ്പോൾ കൃഷി, എന്തുമാകട്ടെ, നമ്മുടെ അധ്വാനങ്ങൾ, വ്യത്യസ്തങ്ങളായ അധ്വാനങ്ങൾ. ഈ അധ്വാനത്തിന് ഫലം കിട്ടണമെങ്കിൽ ദൈവത്തെ ഓർത്തേ പറ്റത്തുള്ളൂ. ദൈവത്തെ മറന്നാൽ ഇതിന് ഫലമില്ല. ഞാൻ ഒരു ലളിതമായ ഒരു ട്രാൻസ്ലേഷനിൽ അത് വായിച്ചപ്പോൾ എനിക്കൊരല്പം കൂടെ ഒരാശയം എന്നത്ത് തോന്നിയത് ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അവിടെ ആ തോട്ടത്തിൽ 11-ാം വാക്യത്തിൽ വായിച്ചത് ഒന്നുകൂടെ 11 നമ്മൾ വായിക്കുമ്പോൾ, മനോഹരമായ തോട്ടത്തെ ഉണ്ടാക്കി അവയിൽ അന്യദേശത്തു നിന്നുള്ള വള്ളികളെ നടുന്നു. അതിനകത്ത് ആ ലളിതമായ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നതാണ്, പ്ലാന്റ് ഓഫ് വണ്ടർഫുൾ റയർ ക്രോപ്പ് ഓഫ് ഗ്രേറ്റ് വാല്യൂ. അതായത് വളരെ മനോഹരമായ, അസാധാരണമായ, എല്ലായിടത്തും കിട്ടാത്ത വളരെ വിലയുള്ള ഒരു വിത്ത് കൊണ്ടുവന്ന് പറമ്പിൽ നട്ടു. ഒന്നുകൂടെ ഭാഗം ശ്രദ്ധിക്കണം. അസാധാരണമായ, എല്ലായിടത്തും കിട്ടത്തില്ല, വളരെ റയറാണ്, ചുരുക്കമാണ്. ഈ ചുരുക്കമായി കിട്ടുന്ന മനോഹരമായ, അത്ഭുതകരമായ ഈ വിത്ത്, ഇത് വളർന്നാൽ ഭയങ്കര വിലയുള്ളതാണ്. ഇത് ഞാൻ കൊണ്ടുവന്ന് എന്റെ പറമ്പിൽ നട്ടു. മനസ്സിലാക്കുന്ന ഭാഷ എന്ന് പറയുക. നട്ട അന്ന് തന്നെ ഇത് പൂത്തു, ഇതങ്ങോട്ട് ഫലം ചെയ്തു. ഞാനിത് കൊയ്ത്തിന് ചെന്നപ്പോഴത്തേക്കും അവിടെ എഴുതിയിരിക്കുന്നത്, ആ മലയാളത്തിൽ ആ ഭാഗം ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, കഠിനമായ മുറിവും തീരാത്ത എന്ന് പറഞ്ഞാൽ എനിക്കിത് കൊയ്തെടുക്കാൻ കഴിയാത്ത വണ്ണം ഞാൻ ഏതോ മുറിവെറ്റവനെ പോലായി, ഏതോ തീരാത്ത വ്യസനത്തിൽ അകപ്പെട്ടവനെ പോലായി.
കാരണം എന്നാ? തുടക്കം മറക്കല്ലേ, 10-ാം വാക്യം. ദൈവത്തെ മറന്നു. ഇത്രയുള്ള സംഭവം. ദൈവത്തെ മറന്നിട്ട് എന്റെ കൈയുടെ അധ്വാനം കൊണ്ട് ഏറ്റവും ബെസ്റ്റ്, ലോകത്തെങ്ങും കിട്ടാത്ത, പലർക്കും ഇല്ലാത്ത എന്തൊക്കെയോ ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. എന്റെ സ്റ്റാർട്ടിങ്ങിൽ, തുടക്കത്തിൽ ഇത് ഭയങ്കര വിഷയമാണ്. അതിന്റെ പറഞ്ഞു നട്ട അന്ന് തന്നെ പൂത്തു. അന്ന് രാവിലെ തന്നെ പൂത്തെന്ന് പറയുമ്പോൾ അത്ര അത്ഭുത ചെടിയാണ് ഞാൻ നട്ടതെങ്കിലും, പക്ഷേ അതിന്റെ കൊയ്ത്ത് വന്നപ്പോൾ ഞാൻ എന്തോ എനിക്കത് അനുഭവിക്കാൻ കഴിയാത്ത രീതിയിൽ മാറിപ്പോയതിന്റെ കാരണം ദൈവത്തെ മറന്നുകൊണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ആ ഭാഗം പെട്ടെന്ന് അവസാനിപ്പിച്ച് അടുത്ത ടോപ്പിക്കിലേക്ക് കയറാൻ ആഗ്രഹിക്കുകയാണ്. വ്യക്തമായി തിരിച്ചറിയണം, ദൈവത്തെ മറന്നാൽ ഭൗതിക ലോകത്തും ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കൈയുടെ അധ്വാന ഫലം തരുന്നത് ദൈവമാണ്. അത് കൃഷി മാത്രമല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങളെ നന്നാക്കുന്നത്, വളർത്തുന്നത്, വലുതാക്കുന്നത് ദൈവമാണ്. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ, കർത്താവേ, എന്റെ കൈയുടെ അധ്വാന ഫലം അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തെ മറക്കാതിരിക്കണം. നമുക്ക് ദൈവത്തോട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവത്തെ മറന്നാൽ ഞാൻ എന്തൊക്കെ ചെയ്താലും അതൊക്കെ വൃഥാവില്ല. 127-ാം സംഗീതത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥ അധ്വാനിക്കുന്നു. ദൈവത്തെ മറന്നുകൊണ്ട് ഉള്ള എന്റെ ഏത് പ്രവർത്തനവും, അത് പഠനമാകട്ടെ, എന്തുമാകട്ടെ, ദൈവത്തെ മുൻനിർത്തി പോയെങ്കിൽ മാത്രമേ വിജയമുള്ളൂ. ഇല്ല എങ്കിൽ അത് പരാജയമായി മാറും. ആ കാര്യം നമ്മൾ മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മറന്ന് ഒരു നിമിഷം പോലും ഉണ്ടാകാൻ ഇടവരരുത്. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ ആവർത്തിച്ചോട്ടെ. കീറിക്കളയുന്നൊരു ദൈവമുണ്ട്, എന്റെ ചില നന്മകളെ തടയുന്ന ഒരു ദൈവമുണ്ട്. കാരണം ഇതൊക്കെ തരണമെന്ന് എനിക്ക് ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിലും ദൈവത്തെ മറന്നപ്പോൾ ദൈവത്തിന് തന്റെ നിയമത്തെ പാലിക്കാതിരിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നു വരാം. 106-ാം സങ്കീർത്തനത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിച്ചോളൂ. ബാൽപയോറിനോട് ചേർന്നു വായിച്ചോളൂ. ആ ആ മതി. ഇസ്രായേൽ മക്കളുടെ ചരിത്രമാണല്ലോ നമ്മൾ ഭാഗം പഠിച്ചു വന്നത്. ദൈവത്തെ മറന്നവർക്കുണ്ടായ പ്രശ്നം. മറന്ന് അല്പം കൂടെ മുന്നോട്ട് പോയപ്പോൾ 24-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാലോ. 20 മനോഹര ദേശത്ത്, മറ്റേ വാക്കി പറഞ്ഞാൽ ഏതാ ഇവരുടെ മനോഹര ദേശം? കനാൻ. ഇറങ്ങി തിരിച്ചത് എന്തിനാ? കനാനി പാന. മനോഹര ദേശത്തെ നിരസിച്ച് ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കാതായി. നമ്മൾ ഓർക്കണം, ജീവിതയാത്രയിൽ പഴയ നിയമ ഇസ്രായേലിന് പറ്റിയ പരാജയം നമുക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മനോഹര ദേശം കാണാൻ ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്, നിത്യതയാണ്. ആ നിത്യ രാജ്യത്ത് വേണ്ടി യാത്ര ആരംഭിക്കുന്ന ദൈവമക്കൾ ഞാൻ പറഞ്ഞല്ലോ, ആ പ്രോസസ് മറക്കരുത്. ദയ മറന്നു, പ്രവൃത്തി മറന്നു, ദൈവത്തെ മറന്നു, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും മറന്നു. സാധ്യതകളുണ്ട്. വളരെ ഗൗരവത്തോട് നടക്കരുത്. നമ്മൾ വളരെ ഗൗരവത്തോട് തന്നെ ജീവിതത്തെ കാണണം. കുഞ്ഞോടി കടന്നാൽ മറ്റുള്ളവരുടെ ശ്രദ്ധ അങ്ങോട്ടൊക്കെ പോകും. അതുകൊണ്ടാണ്. കുഞ്ഞിനെ അറിയത്തില്ല, പക്ഷെങ്കിൽ എല്ലാവരും പിന്നെ കുഞ്ഞിനെ കണ്ടുകൊണ്ടിരിക്കും. വായിച്ചോ, ഒരിക്കൽ കൂടെ വായിച്ചോ. 24 ഒന്ന് വായിച്ചു. 24. മനോഹര ദേശത്തെ നിരസിച്ചു, അവന്റെ വചനത്തെ. എപ്പോഴല്ലോ ഈ ക്രമത്തിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചോണം. നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മ പോലും, കാഴ്ചപ്പാട് പോലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ അടുത്ത സംഭവിക്കുന്നതാണ് 28-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. 27ലേക്ക് വീണ്ടും മടങ്ങി വന്നിട്ട് അനന്തരം എന്ന് പറഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ ഓർത്തോണം. ദയ മറന്നു, പ്രവൃത്തി മറന്നു, ദൈവത്തെ മറന്നു, നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മ പോലും ഇല്ലാതായി. അങ്ങനെ സംഭവിച്ചപ്പോൾ അടുത്ത് സംഭവിച്ചത് അവർ ബാൽപയോറിനോട് ചേർന്നു. എന്ന് പറഞ്ഞാൽ അന്യ ദൈവത്തെ വിളിക്കാൻ തുടങ്ങി. ആരെ കണ്ടോണ്ടിറങ്ങിയത്? ദൈവത്തെ കണ്ടോണ്ടിറങ്ങിയവൻ. ഇവൻ ദൈവത്തെ മറന്നപ്പം
പെയോർ ഒരു സ്ഥലമാണ്. പെയോരിലെ ബാൽ ഒത്തിരി അടുത്തുണ്ട്. നമുക്കറിയാമല്ലോ, ഏലിയാവിന്റെ കാലത്ത് ആഹാബ് രാജാവ് തന്റെ ഭാര്യ ഇസബേൽ ആരാധിച്ചിരുന്ന ബാല്, അസേര, രണ്ട് ജാതീയ ദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നു. ഇത് പെയോർ എന്ന സ്ഥലത്തെ ബാൽ. ഈ പെയോരിലെ ബാലിനോട് ഇവർ ചേർന്നു. വായിച്ചു, അടുത്ത വാക്യം കൂടെ വായിച്ചു. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചോണം, ദൈവത്തെ വിട്ടു. ഇപ്പം ബാലിനോട് ചേർന്നു, തീർന്നില്ല. പ്രേതങ്ങൾക്കുള്ള അന്യദേവന് വെച്ചത് കഴിക്കാൻ തുടങ്ങി. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ, കർത്തൃമേശ എടുക്കത്തില്ല, പക്ഷെങ്കിൽ എന്തോ ചെയ്യും? അന്യദേവന് വെക്കുന്നതൊക്കെ എടുക്കും. കർത്താവിന്റെ ആ മേശയെക്കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെട്ട് ആ തിരുശരീരത്തിന്റെ ഓർമ്മ പുതുക്കുന്നതിന് പകരം വേണ്ടാത്ത പലതിലേക്കും തിരിയാൻ തുടങ്ങി. വളരെ ഗൗരവത്തോടെ ദൈവമക്കൾ ഈ വചനത്തെ കാണണം. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇപ്പം ഭയത്തോട് തന്നെയാണ് പറയുന്നത്. എങ്കിലും ദൈവത്തിന്റെ വചനം പറയാതിരിക്കാൻ കഴിയത്തില്ലല്ലോ. നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ട ചിലത് ചെയ്യാതിരുന്നാൽ ചെയ്യണ്ടാത്ത ചിലത് പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിക്കും. ആ വാക്ക് ദൈവമക്കൾ തിരിച്ചറിയുന്ന കരുതുന്നു. ദൈവത്തിന്റെ വചനം കൃത്യമായി ഞാൻ അനുഷ്ഠിക്കണമെന്ന് പറയുന്നത്, ഞാൻ അനുഷ്ഠിക്കാതിരുന്നാൽ പിശാചിന് മനസ്സിലായി ഇവൻ ദൈവത്തിന്റെ പിടി അയഞ്ഞു, ഇവൻ അകന്നു. പെട്ടെന്ന് പിശാച് ചാടി പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യണ്ടാത്ത പലതും എന്നെ കൊണ്ട് ചെയ്യിക്കും. ഇസ്രായേലിനെ പറ്റിയതാ. ദൈവത്തെ മറന്നു, നിത്യത മറന്നു. അടുത്ത പറഞ്ഞേക്കാണ്, ഇവർ ബാലിനോട് ചേർന്നു. വായിച്ചു, പ്രേതങ്ങൾക്കുള്ള അടുത്തത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ പ്രവൃത്തി എന്തുവാ? ദൈവത്തെ കോപിപ്പിക്കുന്ന പണിയാണ്. നമ്മൾ ഓർക്കും ദൈവം എല്ലാം കണ്ടിട്ട് കണ്ണടച്ചിരിക്കുവാണ്. ഇല്ല, ചിലപ്പം ദീർഘക്ഷമയോട് അവസരം തന്നിരിക്കും. ദൈവത്തിന്റെ ദീർഘക്ഷമയെ നമ്മൾ മുതലെടുക്കാൻ പോകരുത്. ഒരുപക്ഷെ ദൈവം ഒരു അവസരം കൂടെ തരും, ഒരു ചാൻസോട്. നമുക്കറിയാമല്ലോ, യേശു കർത്താവ് മുന്തിരിത്തോട്ടത്തിൽ നട്ടൊരു അത്തിയെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേക പദം പറയുന്നുണ്ടല്ലോ. 3 വർഷമായി ഫലം തിരഞ്ഞു വരുന്നു. വെട്ടട്ടെ എന്ന് ചോദിച്ചവൻ പറഞ്ഞു, 1 more ചാൻസ്, ഒരവസരം കൂടെ കൊടുക്കാം. അടുത്ത വാചകം വളരെ ഗൗരവത്തോടാ, കായ്ച്ചില്ലെങ്കിലോ വെട്ടിക്കൂ. അങ്ങനെയെങ്കിൽ ചില ഗ്രേസ് പീരീഡ് ദൈവം തന്നിരിക്കുക ഫലം കായ്ക്കാൻ വേണ്ടി. നമ്മൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം, കർത്താവേ, ഞാൻ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് നിൽക്കാതെ മാറിപ്പോയിട്ടും വെട്ടാത്തത് ദൈവത്തിന്റെ കരുണ കൊണ്ട് തന്ന ആ ഒരു വർഷത്തെ ഞാൻ നഷ്ടമാക്കരുത്. ഫലം കായ്ക്കാൻ തയ്യാറായിക്കൊള്ളണം. ദൈവം ആഗ്രഹിക്കുന്ന ആ ഫലം എന്നിലൂടെ പുറത്തു വരാൻ തക്കവണ്ണം, കർത്താവേ, എനിക്ക് തന്ന ഈ ചാൻസ് ഞാൻ നഷ്ടപ്പെടത്തില്ല. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഇത് ലാസ്റ്റ് ചാൻസാ. യെസ്, ഹല്ലേലൂയ. നമുക്കതുകൊണ്ട് ദൈവത്തോട് വളരെ ഗൗരവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തെ അവിടെ വായിച്ചതാണ്, അവരുടെ ക്രിയകളാൽ അവനെ കോപിപ്പിച്ചു. പെട്ടെന്നൊരു ബാധ അവർക്ക് തട്ടി. ഫിൻഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി, ബാധ നിർത്തലാക്കി. ഇതിന്റെ പശ്ചാത്തലം സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. വേഗത്തിൽ ആ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ഒരു വാക്ക് അവസാനിപ്പിക്കാം. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ പ്രാരംഭത്തിൽ ഒന്ന് വായിച്ചോളൂ. ആ ആ മതി. അവിടെ ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബി സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. താഴോട്ട് വായിക്കുമ്പോൾ, ഇസ്രയേൽ ബാൽപെയോരിനോട് ചേർന്നു. യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. ഇതിന്റെ കാരണം നമുക്കറിയാം. 22-ാം അധ്യായം മുതൽ വായിച്ചു വരുമ്പോൾ, മോവാബ് രാജാവായ ആ സിപ്പോർ, ഈ ബിലയാമിനെ ഇവര് മോവാബ് രാജാവായ ബാലാക്ക് ബിലയാമിനെ വിളിച്ചു ഇവരെ ശപിക്കാൻ വേണ്ടി. ഈ ബിലയാം പല സ്ഥലത്ത് മാറി മാറി നിന്നിട്ടും ശാപം വരുന്നില്ല, പകരം ഒരു അനുഗ്രഹമാണ്. ലാസ്റ്റ് പോകാൻ നേരം ഈ ബിലയാം പറഞ്ഞു, ഞാൻ എന്നാ വീട്ടിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞപ്പം ഈ ബാലാക്ക് രാജാവ് ദേഷ്യപ്പെട്ടു, കയ്യും ചുരുട്ടിക്കൊണ്ട് വന്നു, ഒറ്റ ഞാൻ തരും, നിന്നെ ഇങ്ങോട്ട് വിളിച്ച എണ്ണത്തിനാ ശപിക്കാനാ, നീ ഇപ്പൊ അവരെ 5 പൈസ തരത്തില്ല, പൊക്കോളാൻ പറഞ്ഞു.
ഈ പുള്ളി വലിയ പ്രതീക്ഷകളാ വന്നത്, രാജാവിന്റെ ജോലിക്കല്ലേ ചെന്ന്. അപ്പം ഭയങ്കര സ്വർണം കിട്ടും. താൻ അടുത്ത പറയുന്നുണ്ടല്ലോ, വീട് നിറച്ച് സ്വർണം തന്നാലും ഞാൻ വരത്തില്ലെന്നൊക്കെ പറഞ്ഞാ പോയത്. അപ്പം പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ? എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞ് ഒരാൾ ആണയിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് ഏറ്റവും ഇഷ്ടം അതിനോടാ. ഈ ബിലെയാം പറയുന്നത്, എനിക്ക് വീട് നിറച്ച് ആ സ്വർണം തന്നാലും ഞാൻ വരത്തില്ല. അപ്പം ബാലാക്ക് രാജാവിന് മനസ്സിലായി ഇവന് ഏറ്റവും ഇഷ്ടം എന്തോ. പറഞ്ഞു, വീട് നിറച്ച് സ്വർണം തന്നേക്കാം, നീ ഒരു കാര്യം ചെയ്താൽ മതി, വന്ന് ശപിച്ചു വെച്ച് പോകും. ഓഫറാണ്, ശപിച്ചാൽ സ്വർണം തരാം, വീട് നിറച്ച് തരാം. പക്ഷെ ഈ 4 സ്ഥലത്ത് നിർത്തിയിട്ടും പുള്ളിയുടെ വായിൽ ശാപം വരുന്നില്ല, അനുഗ്രഹമാണ് വരുന്നത്. എല്ലാം കഴിഞ്ഞ് പോകുന്നേരം പറഞ്ഞു, പുള്ളി പറഞ്ഞു, ഒരു രൂപയും തരത്തില്ല, പൊക്കോളാൻ പറഞ്ഞു വിട്ടു. അപ്പൊ ഒരു വാക്യം നിങ്ങൾക്കൊന്ന് നോക്കാം. 24-ാം അധ്യായത്തിൽ 24-ാം അധ്യായത്തിന്റെ 12 ഒന്ന് വായിച്ചോളൂ. 11 ആദ്യം വായിച്ചു. ആ ആ ബാലാക്ക് രാജാവ് പറയുകയാണ്, നിന്നെ ഏറ്റവും ബഹുമാനിപ്പാൻ ഞാൻ നിശ്ചയിച്ചിരുന്നു. അവിടെ പറയുമ്പോ നീ ഓടിപ്പൊക്കോളം പറയും എന്ന് പറഞ്ഞ ആ വാക്കൊക്കെ നമ്മൾ ഓർക്കണം. മലയാളത്തിൽ വായിച്ചു വരുമ്പോൾ നമ്മുടെ ആ ചൂണം നോക്കണം. ഓടിപ്പാന്ന് പറഞ്ഞ കണ്ടുപോയിക്കില്ല, ഓടറാന്നാ പറയുന്നത്. ഇവനെ വിരട്ടി ഓടിക്കുക, നിന്നെ ബഹുമാനിക്കാൻ ഇച്ഛിച്ചിരുന്നു, ഈ പറഞ്ഞതുപോലൊക്കെ തരാമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ തരത്തില്ല. വായിച്ചു അടുത്ത വാക്യം. ഉം, 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 ഉം. ആ വാക്ക് ശ്രദ്ധിച്ചോണം, എല്ലാവരും ശ്രദ്ധിച്ചു. ഇപ്പോൾ ഇതാ. ഉം, ഉം. മതി. ഇത്രയും പറഞ്ഞതിന് ശേഷം ഈ ബിലെയാമിന് മനസ്സിലായി, ഇവിടെ വന്ന് ഈ പ്രവചനം നടത്തിയിട്ട് പ്രയോജനം ഉണ്ടായില്ല, ഇയാളൊന്നും തരത്തില്ല, പറഞ്ഞു വിടും. നാട്ടുകാരോട് വലിയ കാര്യങ്ങൾ പറഞ്ഞ രാജാവ് എന്നെ വിളിച്ചത്. ചെറിയ കേസൊന്നുമില്ല, വലിയ കേസിലാ പോയേക്കുന്നത്. വരുമ്പത്തേക്കും ഭയങ്കര റിച്ച് ആകും ഞാൻ, ഇതൊക്കെ പറഞ്ഞാ പോയത്. ഈ രാജാവ് പറഞ്ഞു, നിനക്കൊന്നും തരത്തില്ല, പൊക്കോളാൻ പറഞ്ഞു വിട്ടപ്പം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോട് വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. താൻ പറയുന്നത്, ഇപ്പോൾ ഇതാ ഞാൻ എന്റെ ജനത്തിന്റെ അടുക്കലേക്ക് പോകുന്നു. എന്നിട്ട് രാജാവിനോട് പറയുക, വരിക, ഈ ജനം നിന്റെ ജനത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാനൊരു സ്വകാര്യം പറയാം എന്ന് പറഞ്ഞ് രാജാവിനെ വിളിച്ച് മാറ്റിക്കൊണ്ടൊരു പോക്ക് പോയി. പോയേച്ചു പറഞ്ഞതാണ് പത്രോസിന്റെ ലേഖനം, യൂദായുടെ ലേഖനം, വെളിപ്പാട് പുസ്തകം, 3 ഭാഗത്ത് പറയുന്നുണ്ട്. ചെന്നേച്ച് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇത് തനിച്ചു പാർക്കുന്ന ജനമാ, ഇവര് വിശുദ്ധിയുള്ളവരാ, വേർപാടുള്ളവരാ. വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്നിടത്തോളം കാലം ഇവരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇവരെ തെറ്റിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഇവരുടെ വിശുദ്ധിയിൽ നിന്ന് ഇവരെ ഒന്ന് തെറ്റിച്ചാൽ മതി. ഈ ഉപദേശം ആര് കൊടുത്തു? ബിലെയാം രാജാവിന് പറഞ്ഞു കൊടുത്തു. അതാണ് ആ 14-ാം വാക്യത്തിൽ കണ്ടത്. ഞാൻ പോവുക, വരാമെങ്കിൽ ഞാനൊരു സ്വകാര്യം പറയാം. ഇത് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞാ പറ. അയാൾ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ചെറുപ്പക്കാര് പിള്ളേരെ സിത്തീമിലോട്ടൊന്ന് വിട്ടാ മതി. അവിടെ മോവാബിയ സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്. അവർ വളരെ അട്രാക്റ്റീവ്, അവർ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അവരുടെ പ്രത്യേക വേഷവിധാനത്തിൽ അവരെ കാണുമ്പോൾ നിങ്ങളുടെ ആത്മീയരായ ആൺകുട്ടികൾക്ക് അവരോടൊരു താല്പര്യം തോന്നി. അവർ തമ്മിൽ അടുത്തു കഴിയുമ്പോൾ അവർ ബാക്കി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളും. ഇതാ ബിലെയാം കൊടുത്ത ഉപദേശം. ഇത് 100% അവിടെ സക്സസ് ആയി. നമ്മൾ 25-ാം അധ്യായത്തിൽ വായിച്ചു വരുമ്പോൾ ആ ഭാഗത്ത് വായിക്കണമെന്ന് ഞാൻ പറഞ്ഞുവിടാം. 25-ാം അധ്യായം ആദ്യം തൊട്ട് വായിക്കുമ്പോൾ ഈ മോവാബ്യ പെൺകുട്ടികളും ഇസ്രയേലിലെ ആൺകുട്ടികളും തമ്മിൽ അന്യോന്യം ഇടപെടാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, കാണാൻ തുടങ്ങി. നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ആ മെസ്സേജ് അയക്കാൻ തുടങ്ങി. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങളൊക്കെ പറഞ്ഞാൽ ചിന്തിച്ചാൽ മതി. ഇന്നത്തെ മീഡിയാസ് അങ്ങ് വർദ്ധിച്ചപ്പോഴത്തേക്കും അതിനകത്തൂടെ കാര്യങ്ങൾ അങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ആരും അറിയുന്നില്ല, അവർ അറിയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അവർ പറഞ്ഞു, നാളെ ഞങ്ങളുടെ അമ്പലത്തിന്റെ ഉത്സവമോ, ഒന്ന് വരാമോ? അതിനെന്താ? ഈ പുള്ളി അവിടെ ചെന്നു. അത് കഴിഞ്ഞപ്പം പറഞ്ഞു, എന്നാ പിന്നെ ഇപ്പൊ ആഹാരം കൂടെ കഴിച്ചാലോ? ആഹാരം കഴിച്ചു. ഞങ്ങളുടെ വീട്ടിലൂടെ ഒന്ന് വരാമോ? ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവനിപ്പം ഏതിനെ സമയമുള്ളൂ? മോവാബ്യയിലെ പരിപാടി കാണാനും കേൾക്കാനും നടത്താനുമേ ഇപ്പം പുള്ളിക്ക്. ഇസ്രായേലിലെ പരിപാടികൾക്കൊന്നും ആളെ കിട്ടത്തില്ല.
ഇസ്രായേലിലെ ആമ്പിള്ളേരൊക്കെ ഇപ്പൊ എവിടായി? മോവാബിൽ ചെന്നു. അവർ, ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം വളരെ ഒറ്റ സെക്കൻഡ് കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല, ഗ്രാജുവലിയാണ് സംഭവിക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ അകന്നകന്ന് പോവുക. ദൈവത്തിൽ നിന്ന് അകന്ന് വന്ന് വന്ന് ബാൽപെയോറിനോട് ചേർന്നു. അത് രണ്ടുമാകാം, ബോയ്സ് മാത്രമല്ല ഗേൾസും ആകാം. എന്നൊരു ജനറലായിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വളരെ ഗൗരവത്തോടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളും വളരെ ഗൗരവത്തോടെ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഓർത്തോണം. അകന്നു പോകാൻ, വഴുതി പോകാൻ സാധ്യത ധാരാളമുള്ള സാഹചര്യങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെ ഗൗരവത്തോടെ പ്രാർത്ഥിച്ചാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. വഴുതി വീണിട്ട് പിടിച്ചു കയറ്റാനൊക്കെ വലിയ പാടാണ്. അതിലും നല്ലത് വീഴാതെ അങ്ങ് സൂക്ഷിക്കുക എന്നുള്ളത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിൽ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്ന എന്നൊരു ചൊല്ലുണ്ടല്ലോ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചോണം. കർത്താവേ, ഈ മോവാബിലേക്ക് ഞങ്ങളുടെ ആൺകുഞ്ഞുങ്ങളോ പെൺകുഞ്ഞുങ്ങളോ ഒന്നും ഇറങ്ങിപ്പോകാൻ ഇട വരരുത്. വീണ് കഴിഞ്ഞ്, ഞാൻ വീണ്ടും പറഞ്ഞു, വീണിടത്ത് നിന്ന് പൊക്കിക്കൊണ്ടുവരിക വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാമല്ലോ, സാഹചര്യങ്ങളൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വഴുതി വീണാൽ മിക്കവാറും അവിടെ തന്നെയാണ്. തിരിച്ചു കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ വേണ്ടത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ രണ്ടാം വാക്യം ഒന്ന് വായിച്ച. ഇസ്രായേൽ ജനത്തെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും അവിടെ ചെന്നു. ഇപ്പൊ അവരുമായിട്ട് അങ്ങ് ചേർന്നു. അടുത്തത് മതി, ആ ഭാഗത്ത് കണ്ടല്ലോ. ജനം ബാൽപെയോറിനോട് ചേർന്നു. ഇപ്പൊ ആരില്ല, ദൈവമില്ല. തുടങ്ങിയത് ആരെ വിളിച്ചോണ്ട? ദൈവത്തിന്റെ ദയ എന്നെ രക്ഷിച്ചു. ആ ദയ എന്നെ ഒത്തിരി ഉപകാരം എനിക്ക് ചെയ്തു. ആ ഉപകാരം ചെയ്ത് ദൈവത്തെ ഞാനിപ്പോ എന്തോ ചെയ്തു? മറന്നു. നിത്യതയും എനിക്കില്ല. ഇങ്ങനെ വന്നു. ഇപ്പോൾ ഞാൻ ആരോടങ്ങ് ചേർന്നു? ബാൽപെയോറിനോട് ചേർന്നെങ്കിൽ ആരെ ഉപേക്ഷിച്ചു? ദൈവത്തെ ഉപേക്ഷിച്ചു. ദൈവം ഇത് കണ്ടിട്ട് മൗനമായി നിന്നു. എഴുതിയിരിക്കുന്ന എന്തുവാ? ദൈവത്തിന്റെ കോപം ചലിച്ചു. ഞാൻ ഇടഭാഗം തൽക്കാലം ഒന്ന് വിടുന്നു. അടുത്തൊരു ഇടഭാഗം മുന്നോട്ടൊന്ന് വന്നിട്ട് നമുക്കതിന്റെ 6-ാം വാക്യം വായിച്ചു. 6. വായിച്ചോളൂ. അത് തന്നെ. ആ മതി, ആ ഇടഭാഗം ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞേക്കാം. ദൈവം മോശയോട് പറഞ്ഞു, മോശെ, ഇവരെ എല്ലാം നശിപ്പിച്ചേ പറ്റത്തുള്ളൂ. ആ ദൈവത്തിന്റെ കൽപ്പന ഒന്ന് വായിച്ചു വിട്ടു. 3 തൊട്ട് 4-ാം വാക്യം തൊട്ട് വായിച്ചേ. ആ ആ ആ ഉം മതി. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കോപം ചലിച്ച് ദൈവം മോശയോട് പറഞ്ഞത്, മോശെ, നീ തലവന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ബാൽപെയോറിനോട് ചേർന്നവരെ എല്ലാം വെട്ടിക്കളയാൻ പറഞ്ഞു, കൊല്ലാൻ പറഞ്ഞു. ഈ കൽപ്പന ശക്തമായി നിൽക്കുന്ന സമയത്ത്, 6-ാം വാക്യം ഇനി ഒന്ന് വായിച്ചേ. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ബാൽപെയോറിനോട് ചേർന്നവരെ കൊന്നുകളക എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന ശക്തമായി കൊല്ലാൻ വാളും എടുത്തുകൊണ്ട് ആ തലവന്മാർ നിൽക്കുന്ന സമയത്ത്, എന്നാൽ ആ ആ മതി. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? പോയ പോക്ക് എവിടം വരെ ആയെന്ന് കണ്ടോ? ദൈവത്തിൽ നിന്നകുന്ന ബാൽപെയോറിനോട് ചേർന്നു. നിയമം കഠിനമായിരിക്കുന്നു. മോശ, ആ നേതാക്കന്മാർ, തലവന്മാർ ആ ബാൽപെയോറിനോട് ചേർന്നവരെ വെട്ടിക്കൊല്ലുവാൻ വേണ്ടി വാളും എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവർ കരഞ്ഞോട് നിൽക്കുക, കർത്താവേ, ഞങ്ങളുടെ സഹോദരന്മാർ ദൈവത്തിൽ നിന്ന് അകന്നു പോയല്ലോ, ദൈവത്തെ വിട്ടല്ലോ, ദൈവത്തെ വിട്ടെന്ന് മാത്രമല്ല ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്നല്ലോ. ഇതിന്റെ ആ ദുഃഖം പേറി കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് ഒരു ഇസ്രായേലിയൻ, ഒരു മിദ്യാനി സ്ത്രീയെ കൊണ്ട് വരിക. നിങ്ങൾ അതിന്റെ ആ ഗൗരവം തിരിച്ചറിയണം. നിയമം കഠിനമായപ്പോൾ ഈ ചെറുപ്പക്കാരൻ, അവൻ പറഞ്ഞു, നിയമം അങ്ങനെ കിടക്കും, എനിക്ക് എന്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ, അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ, പരസ്യമായി എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു കാലഘട്ടം.
അവൻ പറയാ, ചോദിക്കാനാരാ, പറയാനാരാ? ഞാൻ എന്റെ കാര്യം, എന്റെ ഇഷ്ടം, ഞാൻ എന്റെ താല്പര്യം, ഇത് പറഞ്ഞുകൊണ്ട് ഒരു മിദ്യാന്യ സ്ത്രീയെയും കൊണ്ട് അവൻ വരുന്നു. അടുത്ത വാക്യം കൂടെ വായിച്ചേ. ആ ആ ഉം, ഉം, മതി. ഇത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മോശയും ആ തലവന്മാരും നോക്കി നിൽക്കുമ്പോൾ അഹരോന്റെ കൊച്ചുമകനായ ഫിനഹാസ്, എലെയാസറിന്റെ മകൻ ഫിനഹാസ്, ഒരു കുന്തം എടുത്തുകൊണ്ട് ധൈര്യത്തോട് ചെന്ന് ഇവരെ രണ്ടുപേരെയും കുത്തി വീഴ്ത്തി. നമ്മൾ നോർത്ത് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, കാലഘട്ടത്തിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞോണം. സമൂഹത്തിൽ അല്ലെങ്കിൽ സഭയിൽ ആ ജനത്തിന്റെ നടുവിൽ ഇത് പാടില്ല എന്ന നിയമം ഇരിക്കുമ്പോൾ തന്നെ ഈ നിയമത്തെ ലംഘിക്കാൻ മടിയില്ലാത്ത ഒരു സമൂഹം. ഇനി ഇവരാരാന്നൂടെ ഒന്ന് നോക്കി ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. 14 മതി അവിടുത്തെ, അല്ലെ 14 വാക്യം വായിച്ചേ, 14 15 ഒന്ന് വായിച്ചേ. ആ അവന്റെ പേര് കൂടെ എഴുതിയിട്ടുണ്ട്. അവന്റെ പേര് സിമ്രി. അടുത്തത്. ഉം, ഉം, വായിച്ചോളൂ. ജനാധിപന് വേഗത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ ഈ രണ്ടുപേരും അല്പം ടോപ്പാ പിള്ളേര്. ഒന്ന് ഇസ്രയേൽ, അവിടെ എഴുതിയിരിക്കുന്നത് ഇസ്രയേൽ ശിമയോൻ ഗോത്രത്തിൽ ഒരു പ്രഭുവിന്റെ മകൻ, അല്പം കൂടെ മനസ്സിലാക്കുന്ന ഭാഷ പറഞ്ഞാൽ ഒരു ആത്മീയ നേതാവിന്റെ മകൻ. മറ്റേ ജനാധിപന്റെ മകള് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാവിന്റെ മോള്. അപ്പൊ ഇവർക്കുള്ള ധൈര്യം വന്ന എവിടുന്ന്? പക്ഷെ മനസ്സിലാക്കണം, വേദോക്തത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയാണെന്ന് പറഞ്ഞോട്ടെ. സെൻട്രൽ പാസ്റ്ററുടെ മകനെന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ മകനെന്നോ അവൻ ടോപ്പാ, അവൻ എന്തു ആകാം. ആരാ ചോദ്യം ചെയ്യാനുള്ളത്? അവള് പറഞ്ഞു എനിക്കും പേടിക്കാനൊന്നുമില്ല. അപ്പൻ ആരാ? MLA. അപ്പൊ ആ ബന്ധങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ആത്മീയ നേതാവിന്റെ മകനും രാഷ്ട്രീയ നേതാവിന്റെ മകളും. ഇവര് പറഞ്ഞു പേടിക്കേണ്ട, ആരും ചോദിക്കാനില്ല. പക്ഷെ ചോദിക്കാനില്ലെങ്കിലും ദൈവം ആ സമയത്ത് ആരെങ്കിലും എഴുന്നേൽപ്പിക്കും. നമ്മൾ ഓർത്ത് നോക്കണം. ആ പോയിന്റ് ഞാൻ വിശദീകരിക്കാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി ഉണ്ടല്ലോ. നിങ്ങൾ വീട്ടിൽ വായിച്ചു നോക്കണം. മോശ ഇത് കണ്ടു, തലവന്മാർ കണ്ടു. അവർ ഒരുപക്ഷെ എന്തു ചെയ്യണമെന്ന് അറിയാതെ ഭയപ്പെട്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഈ പിള്ളാരെ വെറുതെ ഉപദ്രവിക്കണോ കൊല്ലണമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂട്ടത്തിൽ ഒരുത്തന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ തീഷ്ണതയവനുണ്ടായി. അതുകൊണ്ടാണ് ആ വാക്യത്തെ ഒന്നുകൂടെ വായിക്കാൻ നമുക്ക് മുന്നോട്ട് വരുമ്പോൾ. ഏഴാം വാക്യം വായിച്ചേ. അഹരോന്റെ പുരോഹിതന്മാരിൽ ആ ആ ഉം. ദൈവം ആ സമയത്ത് ഒരുത്തനെ എഴുന്നേൽപ്പിച്ചു. അവൻ വന്ന് ഈ ബാധ നിർത്തലാക്കി. അവൻ ചെയ്ത് ഇത്രയേ ഉള്ളൂ, ഇത് ഞാൻ അനുവദിച്ചു കൊടുത്താൽ നാളെ മറ്റൊരു ഗോത്രത്തിന്റെ പ്രഭു അല്ലെങ്കിൽ മറ്റൊരു ആത്മീയ നേതാവിന്റെ മകൻ വേറെ ആരെയെങ്കിലും കൊണ്ട് ഇതിനകത്തേക്ക് കയറാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഫിനഹാസ് അവിടെ എഴുന്നേറ്റ് ഈ ബാധ നിർത്തലാക്കുക. ദൈവമക്കളെ, വളരെ ഗൗരവത്തോട് ഞാൻ എന്റെ വാക്ക് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിന്റെ എല്ലാം ചുവട് എവിടുന്ന തുടങ്ങിയത്? ദൈവത്തിന്റെ ദയ മറന്നപ്പോഴാണ്. ദൈവത്തിന്റെ ദയ മറന്നു, ഉപകാരം മറന്നു, ദൈവത്തെ മറന്നു, നിശ്ചത മറന്നു, ദൈവമല്ലാത്തതിനോട് ചേർന്നു. ഇത്രയും വന്നപ്പോൾ തലമുറയ്ക്ക് എന്തുമാകാമെന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഇന്ന് പകൽ വളരെ ഗൗരവത്തോട് ദൈവമക്കളെ, ദൈവസന്ധയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിലെ ചില പാഴ്ചകൾ നാളുകളിൽ തലമുറയിലൂടെ എപ്രകാരം ആ പുറത്തു വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യഹൂദ ഗോത്രത്തിന്റെ ഇസ്സാഖാർ ഗോത്രത്തിലെ അവിടെ പറഞ്ഞല്ലോ, ഗോത്ര തലവന്റെ മകൻ ശിമയോൻ ഗോത്രത്തിലെ ആ പ്രഭുവിന്റെ മകൻ
ഒരു ജനാധിപന്റെ മകൾ കൊല്ലപ്പെടേണ്ട സാഹചര്യം ഉണ്ടായതിന്റെ കാരണം തുടക്കത്തിൽ വീണ്ടും പറയുന്നു, ദയ മറന്നതാ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തിന്റെ ദയ മറക്കാൻ ഇടവരരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കാൻ ഇടവരരുത്. ദൈവത്തെ മറന്ന്, നിത്യത പോലും മറന്ന് ഈ ലോകത്തോട് ഇഴുകിച്ചേർന്നുകൊണ്ട് കർത്താവേ, ഇവിടുത്തെ ചിലതിനോട് ചേർന്ന് നിൽക്കാൻ ഇടവരരുത്. അങ്ങനെ വന്നാൽ കാലം മുന്നോട്ട് പോകുമ്പോൾ തലമുറ കൈവിട്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. കർത്താവേ, ഞങ്ങൾ എത്തിച്ചേരുന്ന സ്വർഗത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും എത്തിച്ചേരണം. കർത്താവേ, തലമുറകൾ ലോകത്തിന്റെ ഇഷ്ടപ്രകാരം പോകാൻ അനുവദിക്കരുത്. കർത്താവേ, അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ മറക്കാതിരിക്കണം. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കോടെ അവസാനിപ്പിച്ചോട്ടെ. ദൈവത്തെ മറക്കാതിരിക്കണം. എന്തോ ചെയ്യണം? അതോടെ പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. മറക്കാനുള്ള സാധ്യതകൾ ഒത്തിരിയുണ്ട്. നമുക്ക് ദൈവത്തോടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, കാലഘട്ടം മുന്നോട്ട് പോയപ്പോൾ കഴിഞ്ഞ ദിവസം ഭാവമൊക്കെ വായിച്ചപ്പം ആധുനിക കാലഘട്ടവുമായിട്ട് എത്രയോ മാച്ചാകുന്ന കാര്യങ്ങളാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വേദപുസ്തകത്തിൽ സംഭവിച്ചത് എഴുതി വെച്ചേക്കുന്നത്. എന്തിനും മടിയില്ലാത്ത, ചോദിച്ചാൽ ആര് ചോദിക്കാൻ, ആര് പറയാൻ, എനിക്ക് എന്തുമാകാം, ആ ഒരു ചിന്താഗതിയിൽ ഇന്നത്തെ യൗവന ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളെ കൊണ്ടും പലതും പിടിച്ചു നിർത്തുവാനോ ചോദ്യം ചെയ്യുവാനോ കഴിയുന്നു വരത്തില്ല എന്ന പ്രാർത്ഥനയിലൂടെങ്കിലും, യെസ് ഹല്ലേലൂയ, പ്രാർത്ഥിച്ചാൽ ചിലരുടെയൊക്കെ മനസ്സ് മാറ്റാൻ കഴിയും, ചിലതിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. ദൈവമക്കളെ, ദൈവസ്ഥലത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായിരിക്കും. യെസ് ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശക്തി വളരെ വലുതാ. ഇന്ന് ചെയ്യണമെന്ന് തീരുമാനിച്ച ചിലതിന്റെ ആ ചെയ്യാൻ തീരുമാനിച്ചതിനെ മാറ്റിവെക്കാന് ആ ദൈവത്തിന് കഴിയും. പ്രാർത്ഥനയുടെ ശക്തി അത്ര വലുതാ. ഓ കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവം ചിലതിന്റെ മനസ്സിനെ മാറ്റും. എന്റെ വാക്കുകൊണ്ടോ, എന്റെ പ്രവൃത്തി കൊണ്ടോ, എന്റെ ശിക്ഷണം കൊണ്ടോ നേരെയാക്കാൻ കഴിയാത്തതിന് നിന്റെ പ്രാർത്ഥന കൊണ്ട് കഴിയുമെന്നുള്ള ബോധ്യത്തോട് അങ്ങനെ ഏതെങ്കിലും വിഷയങ്ങൾ എവിടെയെങ്കിലും തലപൊക്കുന്നെന്ന് കാണുന്നെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കാമോ? ചിലതിന് ദൈവം രൂപാന്തരപ്പെടുത്തിക്കൊള്ളൂ. യെസ് ഹല്ലേലൂയ, ഹല്ലേലൂയ. മനഃശാസ്ത്രത്തിനോ പട്ടണത്തിനോ അല്ലെങ്കിൽ ആ അടിച്ചമർത്തലിനോ ഒന്നും പലതിനെ നേരെയാക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന് കഴിയും. പുറകിൽ പ്രാർത്ഥനയുടെ പിൻബലം ഉണ്ടാകണം. തൽക്കാലം അവിടെ നിന്ന് അവസാനിപ്പിച്ചേക്കാം. മറക്കാതിരിക്കാൻ തിമോഥെയോസിന്റെ ലേഖനം എടുത്താട്ടെ. 2 തിമോഥെയോസ് 2 അധ്യായത്തിന്റെ 8 വാക്യം ഒന്ന് വായിച്ചേ. ദൈവത്തെ മറക്കാതിരിക്കാനുള്ള 1-2 ടിപ്സ് അവിടെ. ആ ആ മതി. അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, എന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത. നല്ല വാർത്ത എന്താണെന്ന് താൻ അവിടെ പറയുന്നു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊണ്ടാൽ മറ്റ് കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരത്തില്ല. ഈ നല്ല വാർത്ത ഓർക്കണം, പറയണം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം. പൗലോസ് അവിടെ വളരെ ഗൗരവത്തോടെ പറയുന്ന ഭാഗങ്ങളുണ്ടല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക. യേശു ജനിച്ചു, യേശു മരിച്ചു, യേശു ഭൂമിയിൽ ജനിച്ചു. അതിന്റെ ആഘോഷങ്ങളാ നാട്ടിലൊക്കെ നടക്കുന്നത്. അതവിടെ നടന്നോട്ടെ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ യേശു മരിച്ചു. ആർക്കു വേണ്ടിയാ? എനിക്ക് വേണ്ടി മരിച്ചു. യേശുവിന്റെ മരണത്തെ ഓർത്താൽ, യേശു എനിക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളെ ഓർത്താൽ, എന്നെ രക്ഷിക്കാൻ വേണ്ടി പാപമില്ലാത്ത യേശു പാപിയായി തീർന്ന് പാപമാക്കപ്പെട്ട ആ അവസ്ഥയെ ഓർത്താൽ എനിക്ക് എങ്ങനെ ദൈവത്തെ മറക്കാൻ പറ്റും? ക്രൂശിൽ എനിക്ക് വേണ്ടി അടികൾ ഏൽക്കുന്ന, ആ നിന്നയേക്കുന്ന, മാനസിക ശാരീരിക വ്യഥകളിലൂടെ കടന്നു പോകുന്ന യേശുവിനെ ഓർത്താൽ എനിക്ക് എങ്ങനെ ദയ മറക്കും? നമുക്ക് ദൈവത്തിനൊന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ നല്ല വാർത്ത എന്റെ ജീവിതത്തിൽ, നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഈ നല്ല വാർത്ത ഓർക്കാനുള്ള കൃപ തരണമേ. യെസ് ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവത്തെ ഒന്ന് ഓർക്കുക. ക്രിസ്തുമേശയുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമല്ല ക്രൂശിനെ ഓർക്കേണ്ടത്, അപ്പോൾ നമ്മൾ ഓർത്തേ മതിയാവുകയുള്ളൂ. ക്രിസ്തുമേശയുടെ മുമ്പിൽ വരുമ്പോഴും അല്ലാത്തപ്പോഴും യേശു എനിക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകളെ ഒന്ന് ഓർക്കാമോ?
യേശു ദാവീദിന്റെ പുത്രനായി ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർക്കുക. ഇതാ നല്ല വാർത്ത. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതിൽ, നിങ്ങൾക്ക് അറിയിക്കാവുന്നതിൽ ഏറ്റവും നല്ല വാർത്ത ഇതാ: യേശു എനിക്ക് വേണ്ടി ജനിച്ചു, യേശു എനിക്ക് വേണ്ടി മരിച്ചു, യേശു എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് കയറിപ്പോയി. ഇനി താമസമിനാ കടന്നു വന്ന് എന്നെ തന്റെ അടുക്കൽ ചേർത്ത് കൊള്ളുമെന്നുള്ള ഈ നല്ല വാർത്ത മറക്കരുത്. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ദൈവമക്കൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നല്ല വാർത്ത മറക്കാതെ ഓർക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ഈ നല്ല വാർത്ത ഓർക്കാമോ? നീ ദൈവത്തെ മറക്കത്തില്ല. തലമുറ ദൈവസന്നിധി വിട്ട് മാറത്തില്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവത്തെ ഓർക്കാൻ, യേശുവിനെ ഓർക്കാൻ, യേശു എനിക്ക് വേണ്ടി ജനിച്ചത് ഓർക്കാൻ, യേശു എനിക്ക് വേണ്ടി മരിച്ചത് ഓർക്കാൻ, യേശു എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റത് ഓർക്കാൻ, എന്നെ ചേർക്കാൻ വീണ്ടും വരുന്നു എന്നുള്ള ഈ ഓർമ്മ എന്റെ ഉള്ളിൽ തരണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. 12 ഒന്നുകൂടെ ഒന്ന് വായിച്ചോളൂ, അവസാനിപ്പിക്കുകയാണ്. ഒന്നാം വാക്യം വേണം, അതിൽ 3-ാം വാക്യം വായിച്ചാലും മതിയാവും. എബ്രായലേഖനം 12-ാം അധ്യായം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ മതി യേശുവിനെ ധ്യാനിക്കുക, അഥവാ ഓർക്കുക. മടുപ്പുളവാകുമ്പോൾ, ക്ഷീണമുളവാകുമ്പോൾ, പ്രയാസം വരുമ്പോൾ യേശുവിനെ ഒന്ന് ഓർക്കുക. യേശു എനിക്ക് വേണ്ടി സഹിച്ചതൊക്കെ ഒന്ന് ഓർക്കുക. തുടർന്ന് ഇങ്ങനെയുള്ള ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓട്. ചില പാപത്തിന്റെ കണികളുണ്ട്, ഭാരങ്ങളുണ്ട്. ഇതെല്ലാം എറിഞ്ഞു കളഞ്ഞിട്ട് യേശുവിനെ നോക്കിക്കൊണ്ടോട്. ക്ഷീണം വരാം, മടുപ്പ് വരാം. മുന്നോട്ടുള്ള യാത്രയിൽ ിച്ചിട്ടും ഉപവസിച്ചിട്ടും ദൈവത്തെ ആരാധിച്ചിട്ടും കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടും പല വിഷയത്തിനും ഇതുവരെയും വിടുതൽ കണ്ടില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ട് മടുത്തു പോകാൻ സാധ്യതയുള്ളപ്പോൾ യേശുവിനെ ഒന്ന് ഓർക്ക. കൃപ, ദൈവകൃപ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തിനൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ട ദൈവസനത്തിനൊന്ന് എത്തിച്ചു കൊടുത്താൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോവുക. കൃപ, ദൈവകൃപ. കർത്താവേ, യേശുവിനെ ഓർക്കാനുള്ള കൃപ തരണമേ. ആ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ, എനിക്ക് വേണ്ടി മരിച്ച യേശുവിനെ, എനിക്ക് വേണ്ടി ജനിച്ചു, എനിക്ക് വേണ്ടി ജീവിച്ചു, എനിക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച ആ യേശുവിനെ ഓർക്കാൻ കർത്താവേ കൃപ തരണമേ. പലപ്പോഴും മടുക്കുന്നുണ്ട്, ക്ഷീണിക്കുന്നുണ്ട്, തളരുന്നുണ്ട്. ആ സമയത്ത് യേശു എനിക്ക് വേണ്ടി സഹിച്ചതിനെയൊക്കെ ഒന്ന് ഓർക്കാൻ കർത്താവേ കൃപ തരണമേ. ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ? മറവി മാറിപ്പോട്ടെ. മറ്റെന്തെല്ലാം മറന്നാലും യേശുവിനെ മറക്കല്ലേ. ഈ ലോകത്തിൽ നിങ്ങളെ ഓർത്തത് യേശു മാത്രമേ ഉള്ളൂ. 136 സംഗീതം നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ടായിട്ട്, താഴ്ചയിൽ എന്നെ ഓർത്തവന്, എന്റെ ജീവിതത്തിന്റെ ഇല്ലായ്മയിൽ എന്നെ ഓർത്തതെന്റെ കർത്താവ്. അന്ന് മനുഷ്യരൊക്കെ കണ്ടു മാറിപ്പോയവരുണ്ട്, കണ്ടിട്ടും കാണാതെ പോയവരുണ്ട്, ഇനിയും കണ്ടിട്ടും എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും കഴിവില്ലാത്തവരുണ്ട്. അവരെ കൊണ്ടൊന്നും സാധിക്കാതെ പോയ സാഹചര്യങ്ങളിലൊക്കെ എന്നെ ഓർത്തൊരു ദൈവമുണ്ട്. എന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ എന്നെ ഓർത്ത ദൈവത്തെ ഞാൻ മറക്കരുത്. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഇന്ന് പകൽ വീണ്ടും ഞാൻ വാക്ക് ആവർത്തിച്ച് പറയുന്നു, ദൈവത്തെ മറക്കരുത്. മറ്റെന്തെല്ലാം മറന്നാലും എന്റെ ദൈവത്തെ മറക്കരുത്. എന്നെ ഓർത്തത് എന്റെ ദൈവമാ. എന്റെ ദൈവം എന്നെ ഓർത്തത് കൊണ്ടാണ് ഞാൻ ഇനി ഭൂമിയിലായിരിക്കുന്നത്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരെയും ഓർക്കാതിരിക്കും, പലരും ഓർക്കാതിരുന്നപ്പോൾ എന്നെ ഓർത്തൊരു ദൈവത്തെ മറക്കരുത്. ആ ദൈവമായി എന്നെ നിത്യതയിൽ കൊണ്ടെത്തിക്കുന്നത്, ആ ദൈവമായി ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ എനിക്ക് വേണ്ടതൊക്കെ തരുന്നത്, ആ ദൈവത്തിന്റെ ദയയില്ലാതെ, ദൈവത്തിന്റെ ഉപകാരങ്ങളില്ലാതെ, ദൈവത്തിന്റെ നന്മയില്ലാതെ, ദൈവത്തിന്റെ പരിപാലനമില്ലാതെ, കരുതലില്ലാതെ ഈ ഭൂമിയിൽ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയത്തില്ല. ആ ദൈവത്തെ മറക്കരുത്. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരുമിച്ച് നമുക്കൊന്ന് വിളിച്ചു പറയാം, കർത്താവേ, ഞങ്ങളുടെ ജീവിത യാത്രയിൽ ഒരിക്കലും അങ്ങയെ മറക്കാൻ ഇടവരരുത്. കർത്താവേ, അങ്ങയെ ഓർക്കുവാൻ, ആ ഉപകാരങ്ങൾ, നന്മകൾ ഓർക്കാൻ, അങ്ങ് ചെയ്ത വിധങ്ങൾ, ഞങ്ങളെ നടത്തിയ വഴികളൊക്കെ ഓർക്കാൻ കർത്താവേ കൃപ തരണമേ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഹല്ലേലൂയ. ആ കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം.
ഈ വചനം അതിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.